ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്പ്രിംഗ് റോളാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പ്രഷർ കുക്കറിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കുക. വേവിച്ചു വെച്ച ചിക്കൻ എല്ലു കളഞ്ഞ് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചു വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ: ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് നീളത്തിൽ മുറിച്ചത്, 1 കപ്പ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, 1 കപ്പ് ബീൻസ് നീളത്തിൽ മുറിച്ചത്, കൂടാതെ 1/4 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞതും. ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായ ശേഷം സവാളയും പച്ചമുളകും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റുക. ഇവിടെ ഉപ്പ് ചേർക്കുന്നത് സവാള പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയാണ്. ഉള്ളി ചെറുതായി വഴന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. ശേഷം അതിലേക്ക് മല്ലിയില ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ബീൻസ് എന്നിവ ചേർക്കുക. ക്യാരറ്റും ബീൻസും 1/4 വേവ് ആവുന്നതുവരെ വഴറ്റുക. ശേഷം അരിഞ്ഞു വെച്ച കാബേജ് ചേർത്ത് വഴറ്റുക. കാബേജ് അധികം വഴന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും കൂടെ ചേർക്കാതെ പിന്നീട് ചേർക്കുന്നത്. കാബേജ് പകുതി വെന്തതിനു ശേഷം മുറിച്ചു വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്കിവിടെ തയ്യാറാക്കാനുള്ളത് റോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഷീറ്റാണ്. ഇതിലേക്ക് മാവ് തയ്യാറാക്കുന്നതിനായി 1/2 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. ശേഷം ഇതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുക. നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് കോഴിമുട്ട ചേർക്കുന്നത്. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇളക്കുക. ഇളക്കുമ്പോൾ കട്ടയില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസി ആവുന്നതുവരെ മിക്സ് ചെയ്യേണ്ടതാണ്. ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷീറ്റ് തയ്യാറാക്കുന്നതിനായി മാവിൽ നിന്ന് ഒരു തവിയെടുത്ത് ചൂടായ ഒരു പാനിലേക്ക് ഒഴിക്കുക. ദോശ രൂപത്തിൽ ചുട്ടെടുക്കുക. ഒരു ഭാഗം നന്നായി വാടിയ ശേഷം ഷീറ്റ് പാനിൽ നിന്ന് മാറ്റുക. പാനിൽ നിന്ന് മാറ്റിയ ഉടനെ തന്നെ ഷീറ്റിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് നിറച്ച് വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡ് മടക്കി റോൾ ചെയ്തെടുക്കുക. ഷീറ്റ് തയ്യാറാക്കിയ ഉടനെ തന്നെ റോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. റോൾ ചെയ്ത ശേഷം സൈഡൊന്നും പ്രത്യേകം ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ആവശ്യമുള്ള ഷീറ്റ് ഉണ്ടാക്കി ഫില്ലിംഗ് നിറച്ച് റോൾ ചെയ്ത് മാറ്റിവെക്കുക. അടുത്തതായി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി 3 മുട്ടയുടെ വെള്ള നന്നായി മിക്സ് ചെയ്തതും ബ്രെഡ് ക്രംസും നമുക്ക് ആവശ്യമുണ്ട്. അടുത്തതായി ചൂടായ ഒരു പാനിലേക്ക് സ്പ്രിംഗ് റോൾ മുങ്ങി പൊരിയാൻ പാകത്തിൽ ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലവണ്ണം ചൂടായതിനു ശേഷം തയ്യാറാക്കി വെച്ച സ്പ്രിംഗ് റോൾ എടുത്ത് മുട്ടയുടെ വെള്ളയിൽ മുക്കി
ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. റോളിൻ്റെ അച്ചങ്ങൾ ഒട്ടിക്കാത്തത് കൊണ്ട് തന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കുമ്പോൾ അച്ചങ്ങൾ ഒട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. സ്വാദിഷ്ടമായ ചിക്കൻ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.